അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ലിസാനുൽ ഖുർആനിൽ നിന്ന് 4 പാഠങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഹാദാ ഖലമി, അതുപോലെ ഇലൽ മസ്ജിദി, മജല്ലത്തുൻ ബിഖത്തുൽ യദി, ഫിക്റത്തുൻ റായിഅത്തുൻ. ഈ 4 പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോ പാഠത്തിൻ്റെയും വിശദമായ വീഡിയോകൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഓരോ പാഠവും കൃത്യമായി കണ്ട് പഠിക്കുക. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ പരീക്ഷയാണല്ലോ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് നുകമ്മിലു ബിൽ മുനാസിബി. ഇവിടെ താഴെ ആൻസർ തന്നിട്ടുണ്ട്, ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥ ഉത്തരം, ശരിയായ ഉത്തരം എവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഇവിടെ ഫില്ലാക്കുകയാണ് വേണ്ടത്. ഇവിടെ ഉള്ള ഓപ്ഷനുകൾ ഹൽ, ഐന, അൻത, അൻതും, തദ്ഹബു, യദ്ഹബു, ഹും. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓരോ പാഠങ്ങളും വിശദമായി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൽ എന്നുള്ളത് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വരുമ്പോൾ അത് ചോദ്യമായിരിക്കും, ഹൽ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ്. അതുപോലെ ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നർത്ഥം. അൻത എന്ന് പറഞ്ഞാൽ നീ, ഒരു പുരുഷനോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അൻത എന്നുള്ളത് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്, നീ എന്നുള്ള അർത്ഥം. അൻതും എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ, നിങ്ങൾ എന്നർത്ഥം. തദ്ഹബു എന്നുള്ളത് ഒരു മുഅന്നസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യദ്ഹബു എന്നുള്ളത് ഒരു മുളാരിയായ ഫിഅലിനെ, അവൻ പോകുന്നു എന്നുള്ള അർത്ഥം, അവൻ പോകും എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ. ഇതെല്ലാം നമ്മൾ നേരത്തെ വിശദീകരിച്ച പാഠങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. യാ ഇബ്നു, യാ ഇബ്നു, ഓ കുട്ടി. അപ്പൊ ഇബിൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം. യാ ഇബ്നു, ഓ ആൺകുട്ടി എന്നർത്ഥം. ഡാഷ് ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് വേണ്ടത്? അൻത, അൻത ദാരിസുൻ. യാ ഇബ്നു അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. ഓ കുട്ടി, നീ വിദ്യാർത്ഥിയാകുന്നു. നമ്മൾ പറഞ്ഞു അൻത എന്നുള്ളത് മുദക്കറിന് വേണ്ടി, ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻത എന്നുള്ള ലമീർ ഉപയോഗിക്കുക. ഇനി പെണ്ണുങ്ങളാണെങ്കിൽ യാ ബിന്ത് എന്നുള്ള രൂപത്തിലാണെങ്കിൽ അവിടെ അൻതി എന്നാണ് വരിക. പക്ഷെ ഇവിടെ യാ ഇബിൻ എന്നുള്ളത് ആൺകുട്ടിയെ വിളിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അൻത എന്നുള്ള പ്രയോഗമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അൻത എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇനി യാ അബ്നാഉ, യാ അബ്നാഉ, ഓ ആൺകുട്ടികളെ. അത് കുറേ കുട്ടികളുണ്ട്. അപ്പോ അൻത, അൻതുമ, അൻതും. അൻതും എന്നുള്ള ബഹുവചനമാണ് അവിടെ കൊടുക്കേണ്ടത്. യാ അബ്നാഉ അൻതും ദാരിസൂൻ, അൻതും ദാരിസൂൻ. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് അൻത, അൻത എന്നുള്ളതും, രണ്ടാമത്തത് അൻതും, അൻതും. ഇനി മൂന്നാമത്തത് വ ഉലൈക, വ ഉലൈക. നമുക്കറിയാം ഇത് ഖുർആനിന്റെ ആയത്താണ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പോൾ ഇവിടെ വേണ്ടത് ഹും എന്നുള്ളതാണ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ഇനി അടുത്തത് ഡാഷ് ബൈത്തുക്കും. ബൈത്തുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണ് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എവിടെ എന്നുള്ളതിന്റെ വേർഡ് നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐന. അപ്പൊ ഐന ബൈത്തുക്കും, ഐന ബൈത്തുക്കും. ഇനി അടുത്തത് ഡാഷ് ഇൻദക ദറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഹൽ എന്നുള്ളത് തുടക്കത്തിൽ വരുമ്പോഴാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആവുക. അപ്പോൾ ഹൽ ഇൻദക, ഹൽ ഇൻദക നിന്റെ അടുക്കലുണ്ടോ, ദറാജത്തുൻ
സൈക്കിൾ ഉണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഹൽ ഇൻദക ദറാജത്തുൻ, അപ്പൊ ഹല്ലാണ് ഇവിടെ വരേണ്ടത്. ഇനി ഡാഷ് അൽ ബിൻതു ഇലൽ മദ്റസതി, പെൺകുട്ടി മദ്രസയിലേക്ക് ഇനി പോകുന്നു എന്നുള്ളതാണ് വേണ്ടത്. നമുക്കറിയാം യദ്ഹബു, തദ്ഹബു. ഈ തദ്ഹബ് താ തുടക്കത്തിൽ വരികയാണെങ്കിൽ അത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരു സിമ്പിൾ ആയിട്ട് നമുക്കൊരു വഴിയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ താ വന്നത് കണ്ടാൽ അത് പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പെൺകുട്ടി അൽ ബിന്തു എന്ന് പറയുമ്പോൾ പെൺകുട്ടിയല്ലേ, അൽ ബിന്തു. അപ്പൊ തദ്ഹബുൽ ബിന്തു ഇലൽ മദ്റസ, തദ്ഹബു എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. തദ്ഹബുൽ ബിന്തു ഇലൽ മദ്റസ. ഇനി അടുത്തത് ഡാഷ് അൽ വലദു ഇലൽ മസ്ജിദ്, കുട്ടി പള്ളിയിലേക്ക്. അപ്പോൾ ഇവിടെ ആൺകുട്ടിയാണ്, ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. യദ്ഹബു എന്ന് പറഞ്ഞാൽ അത് ഈ ആൺകുട്ടിയെ സൂചിപ്പിക്കാനാണ്. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്, യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്. ഇതാണ് ഇതിന്റെ ഉത്തരങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ വാക്കർത്ഥങ്ങൾ നമുക്ക് കൃത്യമായി അറിയണം. അതുപോലെ നമ്മൾ പാഠത്തിൽ പഠിച്ച ഓരോ പ്രയോഗങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് നമുക്കറിഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ, അറബിയിൽ ഉത്തരം എഴുതണം, മറുപടി എഴുതണം. ഒന്നാമത്തത് എന്താ? മാ ദാലിക, മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാലിക അത്. അപ്പൊ ദാലിക തിൽക്ക ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാലിക എന്ന് പറഞ്ഞാൽ തിൽക്ക എന്നെല്ലാം പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. പക്ഷെ ദാലിക എന്നുള്ളത് മുദക്കറിനെ സൂചിപ്പിക്കുന്നതാണ്, പുല്ലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ മാ ദാലിക എന്താണത്, മാ ദാലിക എന്താണത് നമുക്കറിയാം. ഇതെന്താ? പൂവൻകോഴിയാണ്, ദീഖാണ്. അപ്പോ മാ ദാലിക എന്ന് വരുമ്പോൾ ദാലിക കൊണ്ടാണ് പിന്നെ അതിന്റെ ആൻസർ തുടങ്ങേണ്ടത്. ദാലിക ദീകുൻ, ദാലിക ദീകുൻ എന്നാണ് അതിന്റെ ആൻസർ. ദാലിക ദീകുൻ, ദാലിക ദീകുൻ. ഇനി അടുത്തത് ഐനൽ ഹിറത്തു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ചയാണ്, പൂച്ചക്കുട്ടിയാണ്. ഐന നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നർത്ഥം. അപ്പോൾ ഐനൽ ഹിറത്തു, പൂച്ച എവിടെയാണ്? എവിടെയാണ് പൂച്ച? ഇവിടെ മരം കൊടുത്തിട്ടുണ്ട്, മരത്തിന്റെ മുകളിലല്ലേ. അപ്പൊ മരത്തിന് എന്താ നമ്മൾ പറയാ? മുകളിൽ എന്നുള്ളതിന് എന്ത് പ്രയോഗമാണ്? അതൊക്കെ നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അൽ ഹിറത്തു. അപ്പൊ ആൻസർ തുടങ്ങേണ്ടത് അൽ ഹിറത്തു അല ഷജറ. അല എന്ന് പറഞ്ഞാലാണ് മുകളിൽ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ അൽ ഹിറത്തു, അൽ ഹിറത്തു അല ഷജറ, അല ഷജറ, മരത്തിന് മുകളിലാണ് പൂച്ചയുള്ളത്. ഇനി അടുത്തത് ഐനൽ കലം, എവിടെയാണ് പേന? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, കലം എന്ന് പറഞ്ഞാൽ പേന. അപ്പൊ പേന എവിടെയാണ്? പേന എവിടെയുള്ളത്? കീശയിലല്ലേ. അപ്പോ അൽ കലമു. അപ്പോ ഉത്തരം തുടങ്ങേണ്ടത് എപ്പോഴും അൽ കലമു, അൽ കലമു. കലം എവിടെയാണ്? ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ അൽ കലമു, അൽ കലമു ഫിൽ ജൈബ്, ഫിൽ ജൈബ്. അൽ കലമു, പോക്കറ്റിന് നമ്മൾ ജൈബ് എന്നാണ് പറയാ. അൽ കലമു ഫിൽ ജൈബി എന്നാണ് അതിന്റെ ആൻസർ. അപ്പൊ മാ ദാലിക, ദാലിക ദീകുൻ, ദീകുൻ. ഐനൽ ഹിറത്തു, അൽ ഹിറത്തു അല ഷജറ. ഐനൽ കലമു, അൽ കലമു ഫിൽ ജൈബ്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തത് നഖറഉ വനുഅയ്യിനുൽ ഫിഅലൽ മുളാരിഅ മിനൽ ആതിയ. താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ മുളാരി ആയ ഫിഅലിനെ നമ്മൾ കണ്ടെത്തി അത് മാറ്റി എഴുതണം. അതാണ് അടുത്ത ചോദ്യം. മുളാരി ആയ ഫിഅലിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായ ഒരു വഴി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകൾ, യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകൾ അത് മുളാരി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. മാളി, മുളാരി, ഇങ്ങനെ രണ്ട് ഫിഅലുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുളാരി ആയ ഫിഅലിനെ മനസ്സിലാക്കാൻ യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅല് അത് മുളാരി ആയ ഫിഅലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ യഹ്സബു അന്നമാ ലഹു അഖ്ലദ, ഇവിടെ യാവ് കൊണ്ട് തുടങ്ങിയത് ഏതാണ്? യഹ്സബു. അപ്പോൾ യഹ്സബു എന്നുള്ളത് ഒരു മുളാരി ആയ ഫിഅലാണ്. പിന്നെ യൗമഇദി യസ്ദുറുന്നാസു, യസ്ദുറുന്നാസു, അവിടെ ഫീൽ ഏതാണ്? യാവ് കൊണ്ട് തുടങ്ങിയ ഫീൽ ഏതാണ്? യസ്ദുറു എന്നുള്ളതാണ്. അപ്പോൾ മുളാരിയായ ഫീൽ യസ്ദുറു എന്നുള്ളതാണ്. ഇനി യജ്ലിസു മാജിദുൻ, മാജിദ് ഇരിക്കുന്നു. അപ്പോൾ യജ്ലിസു എന്നുള്ളത് യാവ് കൊണ്ട് തുടങ്ങിയതാണ്. ഇവിടെ യജ്ലിസു എന്നുള്ളത് മുളാരിയായ ഫീലാണ്. അതുപോലെ വ യശ്റബു ഷായ, ചായ കുടിക്കുന്നു. അപ്പൊ ഇവിടെ കുടിക്കുന്നു എന്നുള്ളത് യശ്റബു എന്നുള്ളത് മുളാരിയായ ഫീലാണ്.
അതുപോലെ വയഖൂലു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അപ്പോ വയഖൂലു, യഖൂലു എന്നുള്ളത് യാവ് കൊണ്ട് തുടങ്ങുന്നതാണ്. യഹ്സബു, യസ്ദുറു, യജ്ലിസു, യശ്റബു, യഖൂലു ഇതെല്ലാം മുളാരിയായ ഫിഅലാണ്. അപ്പോൾ ഇങ്ങനെ സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് മുളാരിയായ ഫിഅലിനെ വേർതിരിച്ച് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകൾ അതെല്ലാം മുളാരിയായ ഫിഅലായിരിക്കും. അത് എടുത്ത് എഴുതാവുന്നതാണ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലുൽ ഫറാഗ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് കുറച്ച് ലമീറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലമീറുകൾ 14 രൂപങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ആ 14 രൂപങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഹുവ, ഹുമാ, ഹും. ഹുവ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. ഹുവ, ഹുമാ, ഹും. ഹിയ, ഹുമാ, ഹുന്ന. ഹിയ, ഹുമാ, ഹുന്ന. ഇനി അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് 14 ലമീറുകൾ. 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെ 14 ലമീറുകൾ നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാതെ അങ്ങനെ തന്നെ പഠിക്കണം. ഹുവ ഇതിനർത്ഥമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ, ഒരാളെ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് 2 ആളെ സൂചിപ്പിക്കാൻ, ഇത് കുറെ ആളുകളെ സൂചിപ്പിക്കാൻ, ഇത് മുമ്പിൽ ഇല്ലാത്ത ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ, 2 പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ, ഹുന്ന കുറെ സ്ത്രീകളെ സൂചിപ്പിക്കാൻ, അൻത നമ്മുടെ മുമ്പിലുള്ള ഒരാണിനെ സൂചിപ്പിക്കാൻ, അൻതുമ രണ്ടാണുങ്ങൾ, അൻതും കുറെ ആണുങ്ങൾ, അൻതി മുമ്പിലുള്ള ഒരു സ്ത്രീയോട് പറയുമ്പോൾ അൻതുമ 2 സ്ത്രീകൾ, അൻതുന്ന കുറെ സ്ത്രീകൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹുവ, ഹുമാ, ഹും. ഹിയ, ഹുമാ, ഹുന്ന. അൻത, അൻതുമ, അൻതും. അൻതി, അൻതുമ, അൻതുന്ന. അന, നഹ്നു. ഇത് ഇങ്ങനെ തന്നെ ഈ 14 രൂപങ്ങൾ കൃത്യമായി പഠിക്കണം. ഇനി അടുത്തത് നുഅരിബ്, അറബിയാക്കാനാണ്. നിന്റെ വീട് എവിടെയാണ്? അതാണ് മലയാളം തന്നിട്ടുള്ളത്. ഇനി അതിനെ നമ്മൾ അറബിയാക്കണം. നിന്റെ വീട് എവിടെയാണ്? എവിടെ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐന, ഐന. വീടിന് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ബൈത്ത്, ബൈത്ത്. അപ്പൊ ഐന ബൈതുക, ഐന ബൈതുക. എവിടെയാണ് നിന്റെ വീട്? നിന്റെ വീട് എവിടെയാണ്? ഐന ബൈതുക എന്നാണ് നമ്മൾ അറബിയിൽ പറയുക. ഇനി ബാഗ് മേശപ്പുറത്താണ്. ബാഗിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഹഖീബത്ത്. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ് എന്നാണ്. ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ അൽ ഹഖീബത്തു, അൽ ഹഖീബത്തു മേശക്ക് എന്താ പറയാ? താവിലത്ത് എന്നാണ്. അല, അല എന്നുള്ളതാണ് മുകളിൽ. അപ്പൊ അൽ ഹഖീബത്തു അല താവില, അൽ ഹഖീബത്തു അല താവില, അല താവിലത്തി എന്നാണ് നമ്മൾ ബാഗ് മേശപ്പുറത്താണ് എന്നുള്ളതിന്റെ അറബി. ഇനി അടുത്തത് നുതർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇവിടെ അറബി തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റണം. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്, നേരത്തെ വന്ന ഒരു ഭാഗമാണിത്. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു. അൽ വലദു ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ടാണ് യദ്ഹബു എന്നുള്ള പ്രയോഗം വന്നത്. അപ്പോൾ യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇതാണ് ഇതിന്റെ മലയാളം. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇവിടെ അൽ വലദു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. അപ്പൊ ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇനി അടുത്തത് അൻതുമാ, അൻതുമാ നമ്മൾ പറഞ്ഞു അൻത, അൻതുമാ. അപ്പൊ അൻത, അൻതുമാ. അതുപോലെ ഇവിടെയും അൻതി, അൻതുമ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അൻതുമ എന്നുള്ളതാണ്. അപ്പൊ അൻതുമാ തക്തുബാനി, അൻതുമാ തക്തുബാനി. നിങ്ങൾ 2 പേരും എഴുതുന്നവരാണ്. അൻതുമ നിങ്ങൾ 2 പേരും തക്തുബാനി എഴുതുന്നവരാണ്. അപ്പൊ ഇവിടെ തക്തുബാനി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായത് 2 പെൺകുട്ടികളോടുള്ള സംസാരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏതായാലും അൻതുമാ തക്തുബാനി നിങ്ങൾ 2 പേരും എഴുതുന്നവരാണ്. ഇതാണ് ഇതിന്റെ മലയാളം. അപ്പോൾ വിദ്യാർത്ഥികളോട് ഒന്നുകൂടെ പറയാനുള്ള ഒരു വിഷയം, ലിസാനുൽ ഖുർആൻ വളരെ വിശാലമായ ഭാഗങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് കൃത്യമായി തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓരോ പ്രയോഗങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുക.
അത് എഴുതിയിട്ടും അല്ലാതെയും ഒക്കെ ശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.